ആ സമയത്താണ് മനാഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എനിക്ക് ലോറി വേണ്ട, എനിക്കെൻ്റെ പണം വേണ്ട, എനിക്ക് മരം വേണ്ട, എനിക്കെൻ്റെ അർജുനനെ മതി. എനിക്കെൻ്റെ അർജുനൻ്റെ ജനാസയുമായി അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. അമ്മേ, നമ്മൾ അർജുനനിത എന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത്ര വലിയ സമാധാനം വേറെ എനിക്കില്ലെന്ന് പറയുന്ന മനാഫിൻ്റെ ചരിത്രം, അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. സ്നേഹമാണ്, ഒരുമയാണ്, ജീവജാലങ്ങളോട് സ്നേഹം, മനുഷ്യരോട് സ്നേഹം. നിങ്ങൾ കണ്ടില്ലേ, കർണാടകയിൽ 72ഓളം ദിവസങ്ങളായി, കർണാടകയിൽ 72ഓളം ദിവസങ്ങളായി അർജുൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ ലോറിയുടെ ഡ്രൈവറാണ്. ആ ലോറിയുമായി പോയതാണ്. പക്ഷേ അവിടെയുള്ള ഒരു ഉരുൾപൊട്ടലിൽ ആ ലോറി എങ്ങോട്ടോ പോയി. വെള്ളത്തിലേക്കാണോ പോയത്, ഗംഗാവാലിയിലേക്കാണോ പോയത്, അതല്ലെങ്കിൽ മണ്ണിൻ്റെ ഉള്ളിലുണ്ടോ? ചർച്ചയായി, അന്വേഷണങ്ങൾ നടന്നു. ഒരുപാട് ദിവസം ശക്തമായ തെരച്ചിൽ നടന്നു. ആ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല, മനുഷ്യനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും തിരിച്ചു പോന്നു. ആ സമയത്ത് കണ്ണൂരിൻ്റെ മണ്ണിൽ തൻ്റെ മകനാകുന്ന അർജുൻ എന്ന കുഞ്ഞിമോനെയും കാത്ത് ഒരു ഉമ്മ ഇരിക്കുന്നുണ്ട്, ഒരു അച്ഛനിരിക്കുന്നുണ്ട്, ഒരു ഭാര്യയുണ്ട്. ആ അർജുൻ ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. അവർ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ അച്ഛൻ വരും. ആ സമയത്ത് അവരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ആ ലോറിയുടെ ഉടമ ഒരു ഹിന്ദുവല്ല, മനാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലോറിയുടെ ഉടമയാണ്. ആ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ യുവാവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് കരഞ്ഞിരിക്കുന്ന അമ്മയോട് പറഞ്ഞു, അമ്മ, ഞാൻ പോവുകയാണ്. അതാണ് സ്നേഹം, റസൂലുള്ള പഠിപ്പിച്ച സ്നേഹം, മുത്തുനബി ലോകത്തിന് കാണിച്ച സ്നേഹം. അതാവണം നമ്മൾ. മനാഫ് പറഞ്ഞു, അമ്മേ, ഞാൻ പോവുകയാണ്. ഞാൻ എൻ്റെ അർജുനനുമായിട്ട് ഇനി തിരിച്ചു വരൂ. എൻ്റെ അർജുൻ എവിടെയുണ്ടെങ്കിലും എൻ്റെ സ്നേഹിതൻ എൻ്റെ അർജുനുമായിട്ടല്ലാതെ ഇനി ഞാൻ ഈ മണ്ണിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ് ആ കർണാടകയിലേക്ക് തിരിച്ചു പോയ മനാഫ് എല്ലാവരും തിരിച്ചു പോരുമ്പോഴും കണ്ണുനീരോടെ തൻ്റെ അർജുനെ ഒന്ന് കിട്ടാൻ, അർജുൻ്റെ മുഖമൊന്ന് കാണാൻ, തൻ്റെ സ്നേഹിതൻ അർജുനൻ്റെ ജനാസ അമ്മയുടെ മുമ്പിൽ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ, ആ കുഞ്ഞി മോനിക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പാടുപെട്ട് രാപ്പകൽ ഉറക്കില്ലാതെ കരഞ്ഞധ്വാനിച്ചത് മനാഫ. അതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം, അതാണ് ഇസ്ലാമിക പരിശുദ്ധത എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കണം, ഇത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം, മറ്റുള്ളവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അവസാനം ഇന്നലെ പുഴയിൽ നിന്നുകൊണ്ട് ആ ലോറിയുടെ ക്യാബിൻ ലഭിച്ചു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിച്ചു മനാഫ് എന്ന ആ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ്റെ ജനാസയും കിട്ടി. പക്ഷേ ജനാസ എന്ന് പറയാൻ ഒന്നുമില്ല. ആ സമയത്താണ് മനാഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എനിക്ക് ലോറി വേണ്ട, എനിക്കെൻ്റെ പണം വേണ്ട, എനിക്ക് മരം വേണ്ട, എനിക്കെൻ്റെ അർജുനനെ മതി. എനിക്കെൻ്റെ അർജുനൻ്റെ ജനാസയുമായി അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. അമ്മേ, നമ്മൾ അർജുനനിത എന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത്ര വലിയ സമാധാനം വേറെ എനിക്കില്ലെന്ന് പറയുന്ന മനാഫിൻ്റെ ചരിത്രം, അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം, അതാണ് മുസ്ലിമീങ്ങളുടെ ചരിത്രം. ആ ചരിത്രം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം ചെറുപ്പക്കാരാ, ആ ജീവിതത്തിൽ ഉണ്ടാകണം യുവാക്കളെ. ഒരാളോടും വൈരാഗ്യമോ ഒരാളോടും വിരോധമോ വേണ്ട, സ്നേഹം കൊടുക്കുക, എല്ലാ മതക്കാർക്കും സ്നേഹം കൊടുക്കുക, എല്ലാവരോടും കാരുണ്യമുണ്ടാവുക. ഭൂമിയിലുള്ള സകല വസ്തുക്കളോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം. എങ്കിൽ ആകാശത്തിലുള്ള പടച്ച തമ്പുരാൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അർജുനൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ലോറിയുടെ ക്യാബിനിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കിട്ടിയതെന്താ? അവൻ്റെ ആ സഹോദരൻ്റെ അഴുകിയ ജനാസ മയ്യത്ത്. അതിന് പുറമെ കിട്ടിയത് ഒരു ചെറിയ ലോറി. തൻ്റെ കുഞ്ഞിമോന് കളിപ്പാട്ടം വാങ്ങിയതാണ്. തൻ്റെ കുഞ്ഞിമോന് നാട്ടിലെത്തുമ്പോൾ കൊടുക്കാൻ കളിപ്പാട്ടം വാങ്ങിയ അർജുനൻ. അതേ പ്രകാരം അർജുനൻ്റെ ഫോണ്, അർജുനൻ്റെ ഉണ്ടായിരുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന സാമഗ്രികൾ, ഇനി ആ കുഞ്ഞിമോന് അച്ഛൻ അർജുനെ കാത്തിരിക്കുന്ന, ബാപ്പാനെ കാത്തിരിക്കുന്ന കുഞ്ഞിമോന് അർജുനെ കിട്ടൂല്ല. പിന്നെ കിട്ടാൻ പോകുന്നത് ബാപ്പ വാങ്ങിച്ച ആ ഒരു ലോറി മാത്രമാണ്. സ്നേഹനദികളായ സഹോദരങ്ങളെ, കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുയായികളായി നമുക്ക് മാറാൻ കഴിയണം. ആ സന്ദേശം നമുക്ക് മറ്റുള്ളവർക്ക് കൈമാറാൻ കഴിയണം. രാജ്യത്ത് വർഗീയ ഫാസിസം ഉറഞ്ഞു തുള്ളുകയാണ്, ഇസ്ലാമിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട മനാഫ്
പാവപ്പെട്ട മനാഫ് എൻ്റെ അർജുനെ കിട്ടണം എനിക്കെന്ന് പറഞ്ഞപ്പോൾ അത് അഭിനയമാണെന്ന് പറഞ്ഞ് കളിയാക്കിയ വർഗീയ ഫാസിസ്റ്റുകളുണ്ട്. അവരെ മുമ്പിൽ നമുക്ക് പറയണം, അതല്ല ഇസ്ലാം. ഇസ്ലാം കാരുണ്യമാണ്, ഇസ്ലാം സ്നേഹമാണ്, ഇസ്ലാം ഒരുമയാണ്. ഇത് കാണിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ ജീവിതം നമ്മൾ ആവാഹിക്കണം, നമ്മൾ പഠിക്കണം. എങ്കിൽ നാളെ മഹ്ശറ ലോകത്ത് ചെല്ലുമ്പോൾ നമ്മളോട് കരുണ കാണിക്കാൻ, നമ്മളോട് സ്നേഹം കാണിക്കാൻ ലോകത്തിന്റെ നേതാവുണ്ടാകും. അഷ്റഫുൽ വറ, ലോകൈക ഗുരു നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് അതിനാണ് നമ്മളെ മനസ്സിൽ മുത്തുനബിനെ താമസിപ്പിക്കണം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുർജി. അഭിനന്ദനായ നമ്മുടെ ഉദ്ഘാടനം KP നമുക്കറിയാം, ഏത് പ്രഭാഷണത്തിലും മദീന എങ്ങനെ പുകഴ്ത്തുകയാണ്. മക്കയും മദീനയും അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പുറത്തു വരികയാണ്. അതിൻ്റെ കാരണം ഒരുപാട് വർഷക്കാലം ഹാജിമാർക്ക് സേവനം ചെയ്യാൻ, മദീനയിലേക്ക് വരുന്ന ഉമ്മാരിങ്ങൾക്ക് സേവനം ചെയ്യാൻ, അവർക്ക് വേണ്ടുന്ന സേവനങ്ങളൊക്കെ ചെയ്യാൻ സൗദി അറേബ്യയിൽ കഠിനാധ്വാനം ചെയ്ത് ഓടി നടന്ന അവിടെ ഉണ്ടായിരുന്ന വളണ്ടിയേഴ്സിൻ്റെ മുഴുവനും ഹജ്ജിൻ്റെ സമയത്തുള്ള വളണ്ടിയേഴ്സിൻ്റെ ഏറ്റവും വലിയ കമാൻഡറായി പ്രവർത്തിച്ച ആ ഒരു പാരമ്പര്യം കൊണ്ടാണ് മദീന എന്ന് പറയുന്ന ആ പ്രകാശത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മദീന ഒരു വെളിച്ചമാണ്, അവിടെ പോകണം. ആ പച്ചക്കുബ്ബക്ക് താഴെ നമുക്ക് പോയി നിൽക്കണം, റസൂലുള്ളാഹിനോട് സലാം പറയണം. അതാണ് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലിർ റൂഹി വൽ ഖറജി. എൻ്റെ റൂഹ് പോകുന്നതിൻ്റെ മുമ്പ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നതിൻ്റെ മുമ്പ് മദീനയിലേക്ക് പോകണം, പച്ചക്കുബ്ബന്റെ താഴെ പോയി നിൽക്കണം. യാ റസൂലല്ലാഹ് എന്നൊന്ന് മനസ്സുരുകി വിളിക്കണം. കൂഫയിലേക്ക് യാത്ര പോയ ബിലാൽ രാത്രി സ്വപ്നം കാണുന്നുണ്ട് റസൂലുള്ളാഹിനെ, രാത്രി സ്വപ്നം കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ഓ ബിലാലെ, എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ബിലാലെ, നീ തിരിച്ചു വരുന്നില്ലേ? എന്തേ, എന്നോട് പിണങ്ങിയോ? കണ്ണുനീരോടെ എഴുന്നേറ്റ ബിലാൽ തൻ്റെ വസ്തുക്കൾ എടുത്ത ഭാര്യയോട് പറഞ്ഞു, പോകുക ഞാൻ റസൂലുള്ളാഹിൻ്റെ ഹളറത്തിലേക്ക്. ഇന്നലെ രാത്രി ഞാൻ മുത്തുനബിയെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. ബിലാൽ പുറപ്പെടുകയാണ്. ബിലാൽ മദീനയിലേക്ക് എത്തി. നേരെ വന്നിട്ട് റസൂലുള്ളാഹിൻ്റെ ഖബർ ഷരീഫിൻ്റെ അടുത്തിരുന്നിട്ട് ആ ഖബർ ഷരീഫിന് കവിള് കൊണ്ടിങ്ങനെ ഉമ്മ കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഈ ബിലാൽ അങ്ങയോട് പിണങ്ങോ നബിയെ? ഈ ബിലാൽ അങ്ങയോട് പിണങ്ങോ നബിയെ? ഈ ബിലാലിന് പിണങ്ങാൻ കഴിയോ നബിയെ? എങ്ങനെയാണ് ബിലാലിന് റസൂലുള്ളാഹിനോട് പിണങ്ങാൻ കഴിയുക? ഉമയ്യത്തിന്റെ കയ്യിൽ നടിയേറ്റ് ശരീരത്തിലൂടെ ചുടുചോര ചാലിട്ടൊഴുകി ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമയ്യത്ത് വായിലേക്ക് തുപ്പിയും മൂത്രമൊഴിച്ചും കൊടുത്ത് അവസാനം തൊഴുത്തിൻ്റെ ഉള്ളിൽ, ആലയുടെ ഉള്ളിൽ രക്തം വാർന്നൊഴുകി കിടക്കുന്ന ബിലാലിൻ്റെ കഥ കേട്ടുകൊണ്ട് കണ്ണുനീരോടെ ബിലാലിനെ സിദ്ദീഖിനെ വിളിച്ചില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ? എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യോ സിദ്ദീഖേ, എൻ്റെ ബിലാലിനെ രക്ഷപ്പെടുത്തോ, എൻ്റെ ബിലാലിനെ രക്ഷപ്പെടുത്തോ? രക്തം വാർന്നൊഴുകുന്ന ബിലാലിനെ തേടി ഓടുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പറയുന്നതിനേക്കാൾ ഇരട്ടി പൈസ കൊടുത്തുകൊണ്ട് രക്തത്തിൽ കുളിച്ച ബിലാലിനെ വാരി പുണർന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കുളിപ്പിച്ച് റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കറുകറുത്ത, കാണാൻ കോലമില്ലാത്ത, വിരൂപിയായ, ശരീരം മുഴുവനും മുറിവുകളുള്ള ബിലാലിനെ വാരിനോട് ചേർത്ത് പിടിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ബിലാലിനെ മറക്കാൻ കഴിയോ? രാജ്യം ഇസ്ലാമിന് അധീനപ്പെട്ടു, ഇസ്ലാം ഫത്ഹായി, ഇസ്ലാം മക്കയിൽ അധീനപ്പെട്ടു. ഇനി ബാങ്കിന്റെ വിളിയാളം മുഴങ്ങണം, ഇനി ബാങ്കിന്റെ വിളിയാളം മുഴങ്ങണം. ആരാണ് ബാങ്കിന്റെ വിളിയാളം മുഴക്കുക? സിദ്ദീഖ് ആഗ്രഹിക്കുന്നു എന്നെ വിളിച്ചെങ്കിൽ, ഉസ്മാൻ ആഗ്രഹിക്കുന്നു എന്നെ വിളിച്ചെങ്കിൽ, അലിയാർ ആഗ്രഹിക്കുന്ന മരുമകനാണ് എന്നെ വിളിച്ചെങ്കിൽ. ആ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് വിളിച്ചത് ആർക്കും വേണ്ടെന്ന് പറഞ്ഞ ഉമയ്യത്തെ കാർക്കിച്ച് തുപ്പിയ കറുകറുത്ത വിരൂപിയായ പാവപ്പെട്ട ബിലാൽ ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ നബിയെ എന്തെന്ന് പറഞ്ഞ് മുന്നിലേക്ക് കയറി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കണം. ഞാനോ റസൂലെ, ഞാനോ നബിയെ? അതേ, അങ്ങ് സയ്യിദാൻ, ഈ ഉമ്മത്തിന്റെ സയ്യിദാണെന്ന് പറഞ്ഞ് ബാങ്ക് കൊടുക്കാൻ അവർക്കിടയിൽ ഭാഗ്യം കിട്ടിയ മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിനെ മറക്കാൻ കഴിയില്ല. തൻ്റെ കവിള് ചുംബിച്ച കവിള് ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ശരീഫിൽ തട്ടിച്ച് പൊട്ടിക്കരഞ്ഞ്, ഈ ബിലാലങ്ങയെ മറക്കൂല്ല നബിയെ എന്ന് പറഞ്ഞ ഞാൻ ആ കഥയിലേക്ക് കടക്കുകയില്ല. നമ്മുടെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മനസ്സിൽ മുത്തുനബി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആരോടും വൈരാഗ്യമുണ്ടാവില്ല, ഒരാളോടും വെറുപ്പുണ്ടാവില്ല.
ഉണ്ടാവില്ല, ഒരാളോടും ദേഷ്യമുണ്ടാവില്ല, എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും കാരുണ്യമാണ്. അഭിനന്ദനായ ഉദ്ഘാടന ഭാഷണം അഭിനന്ദനായ KP മുഹമ്മദ് കുട്ടി ഹാജി നമ്മളോട് പറഞ്ഞു, കാരുണ്യത്തിൻ്റെ പ്രതീകമായ, സ്നേഹത്തിൻ്റെ പ്രതീകമായ ലോകത്തിൻ്റെ നേതാവ് ഒരു വഴിയിലൂടെ നടന്നു പോകുന്നുണ്ട്. ആ നടന്നു പോകുന്ന നേരത്ത് ഒരു മാനിനെ വേട്ടയാടി പിടിച്ചിട്ടുണ്ട് ഒരു ജൂതൻ. ആ ജൂതന്റെ വലയിൽ പാവം ഒരു മാൻപേട അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണീര് വാർക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ള പറയുന്നുണ്ട്, ഓ മനുഷ്യ, പാപമാണ്, ഈ മാൻപേടയെ നീ വിടണം. കാരണം ഈ മാൻപേട വേദനയോടെ എന്നോട് പറയുന്ന കാര്യം എന്തെന്നറിയോ? ഈ മാൻപേടക്കൊരു ഏതാനും കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് അമ്മിഞ്ഞ പാല് കൊടുത്തിട്ട് ഞാൻ തിരിച്ചെത്തിക്കോളാം. എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണത്തിൻ്റെ നേരമാണ്, അതുകൊണ്ട് എനിക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ ഒന്ന് അനുവാദം വാങ്ങി തരുമോ യാ റസൂലല്ലാ? ഞാൻ ഒരിക്കലും അവിടെ നിൽക്കില്ല. ഈ നേരത്തെ ഭക്ഷണം എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞു മക്കളോട് സമ്മതം ചോദിച്ച് ഞാൻ ഇതേ സ്ഥലത്ത് തിരിച്ചെത്താം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ ഈ മാനിനെ വിടണം, ഞാൻ ജാമ്യം നിൽക്കാം. ഈ മാന് തിരിച്ചു പോയി കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ പാല് കൊടുത്ത് അതേപോലെ തിരിച്ചെത്തും. അതിനുശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂ. ചോദ്യം പറഞ്ഞു, മുഹമ്മദേ, നീ ജാമ്യക്കാരനാണ്, ഈ മാൻ എങ്ങനെ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഒരു വിരോധവുമില്ല. മാൻപേടയെ വലയിൽ നിന്ന് മാറ്റിക്കൊടുത്തപ്പോൾ മാന് നേരെ തിരിച്ചോടുകയാണ് കുഞ്ഞുമക്കളിലേക്ക് ചെന്നിട്ട് തൻ്റെ കുഞ്ഞുമക്കൾക്ക് അമ്മിഞ്ഞ പാല് കൊടുത്ത ഭക്ഷണം കൊടുത്തിട്ട് ഈ മാന് പറയുന്നുണ്ട്, മക്കളെ, ഉമ്മ പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ജാമ്യം നിർത്തിയിട്ടാണ് ഉമ്മ വന്നത്. ഞാനെങ്ങാനും നേരം വഴുകിയാൽ അള്ളാഹുവിൻ്റെ ഹബീബിന് വല്ല ആഫത്തും പറ്റും, ഞാൻ തിരിച്ചു പോകട്ടെ മക്കളെ. ആ സമയത്ത് തൻ്റെ പാവം മാനിൻ്റെ ഒട്ടക കുഞ്ഞുമക്കൾ കണ്ണുനീരോടെ ഉമ്മയോട് പറഞ്ഞത് മഹാന്മാര് പറയുന്നുണ്ട്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, വേഗം തിരിച്ചു പോകണം, ഞങ്ങൾക്കിനി ഉമ്മയില്ലെങ്കിലും ഞങ്ങൾക്ക് റസൂലുള്ള ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഉമ്മ റസൂലുള്ളാനെ വേദനിപ്പിക്കരുത്, വേഗം തിരിച്ചു പോകണം. മാൻപേക കുതിച്ച് തിരിച്ചെത്തിയില്ല ഹളറത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതൻ അന്താളിച്ചു പോയി, ജൂതൻ അത്ഭുതപ്പെട്ടു പോയി. മുഹമ്മദ് ഈ പറഞ്ഞതുപോലെ ഈ മാൻ തിരിച്ചു വരികയാണ്. ജൂതൻ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കൊന്ന് നോക്കി, കണ്ണിലൂടെ സജനങ്ങളായി കണ്ണുനീരൊഴുക്കി റസൂലുള്ളാഹിനെ വാരിപ്പുണർന്ന് ഒട്ടകത്തിനോട് ഈ മാനിനോട് പോകാൻ പറഞ്ഞിട്ട് ഈ ജൂതൻ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. ബിലാലുൽ മുഅദ്ദിൻ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ കാരുണ്യ സ്പർശം നമ്മളെ ജീവിതത്തിലുണ്ടായി. ഹബീബിനെ മനസ്സിൽ സ്നേഹിച്ച് ആ പച്ചക്കൊമ്പ കാണാൻ അതിയായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും മുത്തുനബിയെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ യുവാക്കളെ, യുവതികളെ, സഹോദരികളെ നാം പ്രതിജ്ഞാബദ്ധരാവുക. അത് മാത്രമേ നമുക്ക് സമാധാനമുണ്ടാകൂ, അത് മാത്രമേ നമുക്ക് വിജയമുണ്ടാകൂ. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമി ആനന്ദമാണ്, നാളെ ഖബർ സന്തോഷമാണ്, നാളെ മഹ്ശറയിലോ നമുക്ക് ഹബീബിൻ്റെ കൂടെ പോകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.